നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ചേരി ALP സ്കൂൾ 109ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർപ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CNN ഗേൾസ് LP സ്കൂളിൽ PTA ദിനാചരണം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം കിടപ്പിലായ വയോജനങ്ങൾക്കായി സുശാന്തം എന്ന പേരിൽ പോഷകാഹാര കിറ്റ് വിതരണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരിഞ്ചേരി ALP സ്കൂൾ 109ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മാതൃകപരമായ മാറ്റങ്ങൾ എല്ലാ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിച്ചു. ഒന്ന്, നമ്മുടെ പഴയകാല വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഴയകാലത്ത് പാവപ്പെട്ട കുടുംബങ്ങൾക്കും കുടുംബത്തെ കുട്ടികൾക്കടക്കം വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ വലിയൊരു സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ മാറി വലിയൊരു മാറ്റം നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് 1957 മുതൽ നമ്മുടെ കേരളത്തിലാണ് വലിയൊരു മാറ്റം വിദ്യാഭ്യാസ രംഗത്തും. കേരളം തന്നെ ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിൻ്റെ ഫലമായി നമ്മുടെ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം എന്ന വിദ്യാർത്ഥികൾക്കും 1 മുതൽ 4 വരെയുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കെല്ലാം 57 സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അവനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ചേർപ്പ് AEO MV സുനിൽകുമാർ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് K ശശിധരൻ മാസ്റ്റർ സമ്മാനദാനം നടത്തി. സ്കൂൾ മാനേജർ VK ശശിധരൻ, പ്രധാന അധ്യാപകൻ MK പ്രസാദ്, സ്റ്റാഫ് പ്രതിനിധി ലില്ലി EM, VI ജോൺസൺ, സുനിൽ ചാണാശ്ശേരി, റോസിലി ജോയി, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർപ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പള്ളി, ആനക്കല്ല്, പാറളം, വെങ്ങിണിശ്ശേരി, കോടന്നൂർ, പഴുവിൽ, ചിറക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധയിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണ വളരെ വൈകി വന്നു. ഇത്തവണ വളരെ നേരത്തെ തന്നെ 2 വർഷമായിട്ട് ഞാനിവിടെ നിരന്തരമായി എല്ലാ മാസവും തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണ പരിപാടികളുടെ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഇവിടെ തുറന്നു വെച്ചതായി ആദ്യം തന്നെ അറിയിക്കുന്നു. നല്ല യോഗ്യമായ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ മുഴുവൻ ഇവിടുത്തെ കാര്യകർത്താക്കൾക്ക് നടത്തുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ യോഗ്യമായ എന്ന് ഞാൻ പറഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട്.
വളരെ ആത്മാഭിമാനത്തോടെ ഒരു തോറ്റ എംപിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ പാകത്തിൽ ഞാൻ കഴിഞ്ഞ 3 വർഷമെങ്കിലും 2022 വരെ 3-4 വർഷമെങ്കിലും CNN ഗേൾസ് LP സ്കൂളിൽ PTA ദിനാചരണം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ പരിപാടികളുണ്ടാവും, രക്ഷകർത്താക്കളുടെ, നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ പരിപാടികളുണ്ടാവും. അങ്ങനെ വിവിധങ്ങളായ ഉത്സവങ്ങളുടെ ഒരു മേളമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അതുകൊണ്ട് നിങ്ങളുടെ കരവിരുതിൻ്റെ വലിയൊരു പ്രദർശനം ഞാൻ കണ്ടിരുന്നു. അത് വലിയ കരവിരുത് തന്നെയാണ് അത്തരം പ്രകടനങ്ങളിലൂടെ നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പുരാവസ്തു മ്യൂസിയവും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത്, നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ വിദ്യാലയം, നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് കഴിവുകളുടെ ഒരു കേന്ദ്രമാണ്. അത് ഒരു കഴിവ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കുള്ളത്, വ്യത്യസ്തങ്ങളായ കഴിവുകളുടെ ഒരു സമ്മേളനമാണ് ഈ പ്രിയപ്പെട്ട വിദ്യാലയം, LP വിദ്യാലയം, പ്രത്യേകിച്ച് ഗേൾസ് വിദ്യാലയം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയിട്ട് ഇത്ര വർഷങ്ങൾ പിന്നിടുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അത് നമ്മുടെ വളർച്ചയ്ക്ക് വലിയ ഗുണകരമാകുന്ന രീതിയിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. PTA പ്രസിഡന്റ് സയന പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് BPC സുരേഷ് കുമാർ പത്രം പ്രകാശനം ചെയ്തു. റിട്ടയർഡ് HM ശങ്കരൻ മാസ്റ്റർ സർഗപത്മം പ്രകാശനം ചെയ്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ, ട്രോഫികൾ വിതരണം ചെയ്തു. കുട്ടികൾ എഴുതിയ കഥ, കവിത, മറ്റു രചനകൾ, സ്കൂൾ പത്രം, സംസ്കൃതിയുടെ പ്രകാശനം, പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടികളും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും ടാലന്റ് ലാബ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നേടുന്ന വിദ്യാലയമാണ് നമ്മുടേത്. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു, ഈ വർഷവും അങ്ങനെ തന്നെയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ കുട്ടികൾ തയ്യാറായിട്ടുണ്ട്. ടീച്ചേഴ്സും രക്ഷിതാക്കളും അവരെ തയ്യാറാക്കിയിട്ടുണ്ട്. കലോത്സവത്തിൽ 2008-2009 വർഷം മുതൽ നമ്മൾ ഉപജില്ലയിലെ ചാമ്പ്യന്മാരാണ്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയമാണ്. LP അത്തരത്തിലുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് പങ്കെടുക്കുന്ന ഇനങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ആൺകുട്ടികൾക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ പറ്റുന്ന ചില പരിപാടികളുണ്ട്. അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ട് 2008-2009 മുതൽ, അത് ഈ വർഷവും പതിവ് തെറ്റിച്ചില്ല, ഉപജില്ലയിലെ കലാകിരീടം നേടുന്ന വിദ്യാലയമാണ് നമ്മുടേത്. സ്കൂൾ HM AR രാജീവ് കുമാർ, MPTA പ്രസിഡന്റ് രമ്യ, SSG എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CK കൃഷ്ണകുമാർ, KV ഷീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം കിടപ്പിലായ വയോജനങ്ങൾക്കായി സുശാന്തം എന്ന പേരിൽ പോഷകാഹാര കിറ്റ് വിതരണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറിൻ ജോസ്, മെമ്പറായ അനിത, CDPO പ്രീത എന്നിവർ സംസാരിച്ചു. നീണ്ട കാലത്തിനു ശേഷം അറ്റവേനലിലും വറ്റാത്ത പെരുവനം ചിറ നാടിന് സമൃദ്ധമായ കാഴ്ചയാകുന്നു. ചിറ കെട്ടിയാലും വൻതോതിൽ ചോർച്ചയുള്ളതിനാൽ മാർച്ച് മാസത്തിൽ തന്നെ വെള്ളം താഴ്ന്ന വരമ്പുകൾ കാണാറുണ്ട്. എന്നാൽ ഇക്കൊല്ലം പാടവരമ്പും കവിഞ്ഞ് ചിറ നിറഞ്ഞു കിടക്കുകയാണ്. താറാവുകൂട്ടങ്ങളും ധാരാളം പക്ഷികളും നേരിടുന്ന മനോഹര കാഴ്ചയാണ് അവിടം. ചിറയുടെയും തോടിന്റെയും അടുത്ത് സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണും മറ്റ് സാധനങ്ങളും തട്ടിയപ്പോൾ ഭൂമിയുടെ മേൽത്തട്ട് അമർന്നതിനാൽ ചോർച്ച അടഞ്ഞതാകാൻ സാധ്യതയുള്ളതായി നാട്ടുകാർ പറഞ്ഞു. തോടിന്റെ ആ ഭാഗത്ത് മാത്രമാണ് വലിയ തോതിൽ ചോർച്ചയുണ്ടായതെന്ന് ചിറ സംരക്ഷണ സമിതി പ്രവർത്തകനായ മാലി ബാലകൃഷ്ണൻ പറയുന്നു. വർഷങ്ങളായിട്ട് 1967 മുതൽ പഞ്ചായത്താണ് ചിറകെട്ടി സംരക്ഷിക്കുന്നത്. വേനൽക്കാലത്ത് വെള്ളം നിൽക്കും, വർഷക്കാലത്ത് കൃഷി നടത്തും. അങ്ങനെ ഒരു സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ചിറയിലത്തെ വെള്ളം ചോർച്ച കാരണം ഒഴുകിപ്പോകുന്ന ഒരു പതിവാണ്
സാധാരണ സംഭവിക്കാറ്. ഇപ്പോൾ ആ ചിറയോടനുബന്ധിച്ച് കുറച്ച് സ്ഥലം ഒരു വ്യക്തി മണ്ണിട്ട് നികത്തി. അത് അയാൾക്ക് അനുവാദമുള്ള കാര്യമാണ്. അപ്പോൾ എന്നാൽ ഈ ചിറയിലത്തെ വെള്ളം ചോർന്ന് പോകാതെ ഉണ്ടായി. ചിറ തുറക്കുന്ന സമയത്ത് സാധാരണ വെള്ളം ഉണ്ടാവാറില്ല അതിൽ. ഈ വർഷം അവിടെ സമൃദ്ധമായിട്ട് വെള്ളം നിൽക്കുകയാണ്. അവിടെ ചോർച്ച ഇല്ലാതായി. കാലങ്ങളായി ഏപ്രിൽ 10-നാണ് ചിറ തുറക്കാറ്. ചിറ തുറക്കുന്നത് നാടിന് വലിയ ആഘോഷമാണ്. ചിറയിൽ നിന്നും ധാരാളം മീൻ കിട്ടുന്നതിനാൽ ദൂരെ നിന്ന് പോലും മീൻ പിടിക്കാൻ ആളുകളെത്തും. സ്ത്രീകളും കുട്ടികളുമടക്കം വലിയൊരു ജനക്കൂട്ടം ചിറയിൽ തമ്പടിക്കും. വലയും ഒറ്റാലും ഊത്തുള്ളിയുമായി എത്തുന്നവർ ചെളിയോട് മല്ലിട്ട് കൈനിറയെ മീനുമായി മടങ്ങുന്ന കാഴ്ചയാണ് ചിറയെ ആഘോഷത്തിമിർപ്പിലാക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാട്ടിക നിയോജക മണ്ഡലത്തിന് പരിധിയിൽ ഉൾപ്പെടുന്ന ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. PR വർഗീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, ഷീല വിജയകുമാർ, KP സന്ദീപ്, AS ദിനകരൻ, ഹാരിസ് ബാബു, UK ഗോപാലൻ, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, മോഹനൻ അന്തിക്കാട്, KM ജയദേവൻ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സഹകരണ ബാങ്ക് ഡയറക്ടർമാർ, ക്ഷീരസംഘം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അവണിശ്ശേരി പഞ്ചായത്ത് വനിതാ സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. റിട്ടേണിംഗ് ഓഫീസർ അക്വീനോയുടെ അധ്യക്ഷതയിൽ നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി പ്രസീത മഹേഷിനെയും വൈസ് പ്രസിഡന്റായി സുമാ മുരളിയെയും തെരഞ്ഞെടുത്തു. ഗീത ശ്രീധരൻ, കോമളം രാജൻ, ഗീത ബാലകൃഷ്ണൻ, ബീന ലക്ഷ്മണകുമാർ, നിത്യ ജയരാജൻ, ഷീബ ലോഹിതാക്ഷൻ, ബീന ഉണ്ണി, P മാലിനി, രാധിക, സംഗീത റിൻഡോ, സുമാ മുരളി, KB ഭുവനേശ്വരി എന്നിവരാണ് മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സംഘം ഭരണസമിതി അംഗങ്ങൾ. കഴിഞ്ഞ അധ്യയന വർഷം വലപ്പാട് ഉപജില്ലയിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള ചന്ദ്രശേഖരൻ മാസ്റ്റർ മെമ്മോറിയൽ അവാർഡിന് അർഹനായ തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപകൻ KL മനോഹിത്തിനെ ആദരിക്കുന്നു. വാടാനപ്പള്ളി നടുവിൽക്കര ബോധാനന്ദ വിലാസം LP സ്കൂളിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ ചെയർമാൻ VC ഗോപിദാസ് അവാർഡ് സമർപ്പണം നിർവഹിക്കും. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ്. വലപ്പാട് ഉപജില്ലയിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള ശ്രീ വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ മെമ്മോറിയൽ അവാർഡ് ഈ വർഷം 2023-24 വർഷത്തേക്കുള്ള അവാർഡ് തളിക്കുളം GVHS സ്കൂളിലെ KL മനോഹിതൻ മാസ്റ്റർ അർഹനായി. ഇപ്പോൾ തളിക്കുളം GVHS സ്കൂളിൽ ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ് അദ്ദേഹം. സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്, സയൻസ്, ഇക്കോ ക്ലബ്ബ്, സ്കൗട്ട്, ഗൈഡ് എന്നിവയുടെ കോർഡിനേറ്ററാണ്. 14 വർഷമായി വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൗട്ട്, ഗൈഡ് ക്ലബ്ബ് ബുൾബുൾ വിദ്യാർത്ഥികൾക്ക് പരിശീലന പരിപാടികളും ക്യാമ്പുകളും നടത്തി വിദ്യാർത്ഥികൾക്ക് ഉത്തമ പൗരത്വ പരിശീലനത്തിന് നേതൃത്വം നൽകും. വലപ്പാട് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷേധ ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ ഉദ്ഘാടനം ചെയ്യും. അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വില വർധനവിനും ലഭ്യതക്കുറവിനുമെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ അധ്യക്ഷത വഹിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് മുഖ്യപ്രഭാഷണം നടത്തും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീർ പാടൂർ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TM ഉണ്ണികൃഷ്ണൻ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് R രഞ്ജൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NB സജീവ് മുഖ്യപ്രഭാഷണം നടത്തും. കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ, കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി TM ഉണ്ണികൃഷ്ണൻ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കും. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാബു കുന്നുങ്ങൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KE വിജയൻ, കോൺഗ്രസ് നേതാവായ ശരത് കുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനിത പി.
കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട്, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാബു കുന്നുകൽ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് വലപ്പാട്, യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ രവീന്ദ്രൻ, അനിൽ കരുവത്തിൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം മാർച്ച് 7 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കും. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5970 രൂപ, പവന് 47,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ചേരി ALP സ്കൂൾ 109ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർപ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CNN ഗേൾസ് LP സ്കൂളിൽ PTA ദിനാചരണം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം കിടപ്പിലായ വയോജനങ്ങൾക്കായി സുശാന്തം എന്ന പേരിൽ പോഷകാഹാര കിറ്റ് വിതരണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.